Hi friends, welcome back to my channel Reha's World by Reha Mahലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ പെരുന്നാളാണ്, ഇന്ന് മാസം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ പെരുന്നാൾ അടിച്ച് പൊളിക്കാം ഗൈസ്. അപ്പോൾ നാളെ പെരുന്നാളാണ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. തുറന്നില്ല, ഞങ്ങള് മാസം കണ്ടു തോന്നുന്നു. അവിടെ എല്ലാവരും തെക്കിബീർ ചെല്ലുന്നുണ്ട്, മാസം കണ്ടു തോന്നുന്നുണ്ട്. നാളെ പെരുന്നാളാ. അപ്പം തെക്ബീറൊക്കെ ചൊല്ലിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ പെരുന്നാൾ പൈസ തരാം കേട്ടോ. അപ്പം അതേ പെരുന്നാൾ പൈസ ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാനും ഫാനും റംസൊക്കെ ഉണ്ട് കേട്ടോ. പെരുന്നാൾ പൈസ മേടിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആവേശമാണ്. അങ്ങനെ പിന്നെ ഇപ്പയുടെ പെരുന്നാൾ പൈസ നമുക്ക് തന്നു ഗായ്സ്. ഇപ്പം ഫനുക്ക് കൊടുത്തു, എനിക്ക് പൈസ തന്നു. അങ്ങനെ ഫനുക്ക് പൈസ കൊടുത്തു, പിന്നെ റഞ്ജുക്ക് പൈസ കൊടുത്തു, പിന്നെ അതേ ലാസ്റ്റ് എനിക്കും അങ്ങ് പൈസ തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കും പൈസ തന്നു ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി എനിക്ക് പൈസ കിട്ടിയപ്പോൾ. അപ്പോൾ എൻ്റെ പൈസ ഞാൻ എടുത്ത് വെച്ചു, ഫെന്നിൻ്റെ പൈസ ഫെൻ എടുത്ത് വെച്ചു, റംസിൻ്റെ പൈസ റംസി എടുത്ത് വെച്ചു. അങ്ങനെ അതേ ഞങ്ങൾക്ക് പെരുന്നാൾ പൈസക്ക് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് പിന്നെ ഇഷ്യൂക്കും പൈസ കിട്ടിയിട്ടോ. അപ്പം അതേ ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ പൈസ കിട്ടി ഗൈസ്. വി ആർ വെരി ഹാപ്പി. അങ്ങനെ പിന്നെ അതേ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ വിചാരിച്ചു നാളെ പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സക്കാത്തരി കൊടുക്കൽ തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ മാസം കണ്ടതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. പിന്നെ സക്കാത്തരി ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ സക്കാത്തരിയൊക്കെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്, ഞാനും ഫാനും ഒക്കെ. അപ്പം പിന്നെ അതേ അവിടെ പടക്കം പൊട്ടുന്നുണ്ട് ഗായ്സ്. അങ്ങനെ പടക്കം പൊട്ടുന്നത് പള്ളിത്തോട്ടത്ത് പടക്കം പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. നല്ല എന്തൊക്കെ വാണവും ഗുണ്ടും അതേപോലെ പിരിയും അതേപോലെ പൂത്തിരിയില്ലായിരുന്നു. എല്ലാ പടക്കവും ഉണ്ട്, പക്ഷെ പൂത്തിരിയില്ലായിരുന്നു ഗൈസ്. വലിയ കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ ആൺകുട്ടികൾ എല്ലാ ആൺകുട്ടികളും അങ്ങനെ പൊട്ടിക്കുകയായിരുന്നു. അവർക്ക് എന്തിനാ പൂത്തിരി, നമുക്കായിരിക്കും പൂത്തിരിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയിലായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. റംസും ഞാനും വെച്ചും കൂടി വന്ന് നോക്കി കേട്ടോ അവിടെ. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. കുറേ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും റംസും കൂടി അവിടെ പടക്കം പൊട്ടുന്നതൊക്കെ കാണുക കേട്ടോ. റംസുക്ക് രാത്രി ഇവിടുന്ന് പടക്കം പൊട്ടുന്നതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവണ്ട കേട്ടോ. പിന്നെ ഞാനും ഫനുഷും തെക്കുബീർ ചൊല്ലലിട്ട പെരുന്നാൾ തലേന്ന് മാസം കണ്ട തെക്കുബീർ ചൊല്ലലല്ലേ പണി.
അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിലേതാ ആണ്ടി നോക്ക്. അപ്പം ഞാൻ മൈലാഞ്ചി ഇടുകട്ടെ നീനു കേട്ടോ എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത്. അപ്പം എന്തായാലും നമ്മൾ മൈലാഞ്ചി ഇടാൻ പോവുക ഗൈസ്. ഡിസൈനൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് നീനു എനിക്ക് കാണിച്ചു നമ്മൾ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മൈലാഞ്ചി ഇടണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ലതായി കിട്ടണേ. കൊളാവരുതേ. കൊളാവാതെ കാത്തു സൂക്ഷിക്കും. കൊള ഞാൻ കെട്ടുന്നില്ല. നന്നായിട്ട് പരത്തും. അതെ കാക്കക്കൂട്ടിൽ കല്ലിട്ട് തന്നെ വേണ്ട. ഓരോന്ന് പോവാ ഏറ്റവും അങ്ങനെ എനിക്ക് നീനു മൈലാഞ്ചി ഇട്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗായ്സ്. പകുതി എത്തിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചി ഇടുമ്പോ. ചെക്കന്മാരാകുമ്പോ ചാക്കരുത്. നമ്മളെ കാക്കാനെ പോലെ പച്ച പാവായിരിക്കണം. മോന് ചാകർക്കലുണ്ടാ? ഇവിടെ പടക്കം പൊട്ടിച്ചുണ്ടാവും കേട്ടോ. ഇന്ന് ഒട്ടിച്ചൂല, നാളെ ഒട്ടിച്ചല്ലോ. ഞങ്ങൾ പടക്കം പൊട്ടിച്ചിട്ടില്ല, നാളെ പൊട്ടിച്ചുള്ളൂ. ഞങ്ങൾ ചക്കര മേടിച്ചിട്ടില്ല, മരം കറക്കാൻ സ്ഥലമില്ല. ചക്കര നമുക്ക് ഇവിടെ ഇത് കയ്യിന്റെ ബാക്ക് മറ്റേ സൈഡല്ലേ ആടും. നമുക്ക് ഒട്ടിടാലോ, മോഡൽ ഇട്ടാ പോലെ. തൊപ്പി തന്നെ എനിക്കത് മനസ്സിലായി. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത കയ്യിൽ മൈലാഞ്ചി ഇടുക കേട്ടോ. ഒരു കയ്യത്ത് കഴിഞ്ഞു. അങ്ങനെ അടുത്ത കയ്യിൽ മൈലാഞ്ചി ഇടുകയാണ് ഗായ്സ്. അതെനിക്ക് മാമിയാട്ടോ ഇട്ട് തരുന്നത്. അങ്ങനെ ഞാൻ അടുത്ത കയ്യത്തെ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ രണ്ട് കയ്യിൽ മൈലാഞ്ചി, പിന്നെ ഉള്ളിലിടലും അങ്ങനെയൊക്കെ ആയിരുന്നു.
നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. കാരണം നാളെ പെരുന്നാളല്ലേ, എൻ്റെ ഇപ്പോഴത്തെ ചിന്ത തന്നെ പുതിയ ഡ്രസ്സ് ഇടുക, മുടി കെട്ടുക, ഷൂസ് ഇടുക, അങ്ങനെ ഭയങ്കര നമുക്ക് ചിന്തകൾ അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ ആ ഒരു ചിന്തയിലിരിക്കുകയാണ് ഗായ്സ്. ഇതെല്ലാം സെറ്റാക്കാം. അങ്ങനെ ഞാൻ ഇതാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടത്. പിന്നത്തെ പെരുന്നാൾ തലേന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പെരുന്നാൾ തലേന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ തലേന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ പുറത്തത്തെ, ഇതാണ് എൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.